ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് തക്കാളി വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. സ്കിൻ ബ്രൈറ്റ് ആക്കാനും നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ വരെ മാറി നിൽക്കും. അതുപോലെ തന്നെ അത്രയ്ക്ക് റിസൾട്ട് നൽകുന്ന നല്ലൊരു ഫേസ് പാക്ക് വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് തക്കാളിയും തൈരും കാപ്പിപ്പൊടിയുമാണ്. ഈ 3 ഐറ്റംസ് മാത്രമാണ് നമുക്കിവിടെ ആവശ്യമുള്ളൂ. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു കൊച്ചു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമായാലും ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ്. 2 ടീസ്പൂൺ തൈര് നമുക്കെടുക്കാം. ഇത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. നല്ലൊരു ഗ്ലോ കൊടുക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് തൈരെന്ന് പറയുന്നത്. മുഖം സ്ക്രബ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി ഇട്ട് സ്ക്രബ് ചെയ്യാനും നല്ലതാട്ടോ. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തൈരിൻ്റെ കൂടെ അരിപ്പൊടി ഇട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ തൈരിൽ ലാക്റ്റിക് ആസിഡ് ഡെഡ് സെൽസ് നീക്കം ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ അടുത്തായി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കാപ്പിപ്പൊടിയാണ്. 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാപ്പിപ്പൊടിക്ക് കാപ്പിപ്പൊടി മുഖത്ത് മെല്ലെ മസാജ് ചെയ്താൽ രക്തയോട്ടം മെച്ചപ്പെടുകയും മുഖം പ്രകാശിക്കാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കാപ്പിപ്പൊടിയിലുള്ള കഫെയിൻ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുതലായ ഘടകങ്ങൾ ചർമ്മത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കും. അത് നമ്മുടെ സ്കിന്നൊക്കെ എണ്ണമയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനും നിയന്ത്രിക്കാനും ഇത് നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് തൈരും ഇതിലേക്ക് കാപ്പിപ്പൊടിയും ചേർത്തു. ഇനി തക്കാളിയുടെ നീരാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തക്കാളിയുടെ നീര് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ച് കൊടുത്താലും കുഴപ്പമില്ല. 1-2 ടീസ്പൂൺ ഇതിൽ തക്കാളിയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും കറുത്ത പാടുകൾ കുറയ്ക്കാനും സ്കിൻ നല്ലൊരു ഗ്ലോ ആക്കാനും സഹായിക്കുന്ന ഒന്നാണ് തക്കാളിയുടെ നീര്. അപ്പം ഞാനിതിലേക്ക് തക്കാളിയുടെ നീര് ചേർത്തു നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തക്കാളി ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തക്കാളിയുടെ നീരില്ല എങ്കിൽ അതിന് പകരം നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിത് മുഖത്ത് തേക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് കയ്യിലേക്ക് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ട് മുഖത്ത് തേച്ച് കൊടുക്കാവുള്ളൂ. വളരെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ ചെറിയ ഭാഗത്ത് ആദ്യം പരീക്ഷിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റ് ആകുന്നോടം വരെ നമുക്കിത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഇടവിട്ട ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ശരിക്കും നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. കളറൊക്കെ വെക്കാൻ ആഗ്രഹമില്ലാത്തവരാരും തന്നെ ഇല്ലല്ലോ. അപ്പോൾ കളറൊക്കെ വെക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് ചെയ്ത് നോക്കാവുന്ന കേട്ടോ. അതുപോലെ തന്നെ കാപ്പിപ്പൊടി തന്നെ മുഖത്ത് തേച്ച് കൊടുക്കുന്നതും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്.